പ്രണവിന്റെ ഒരു ജേണി നരിവേട്ടയിലേക്ക് ആലോചിക്കുമ്പോഴേ മനസ്സിലാക്കുന്നത് സാധിക്കുന്നത് ഒരു മോഷൻ പോസ്റ്റർ ഒരു ഫിലിം എന്തൂസിയസ്റ്റ് എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യുന്നു, അവിടേക്ക് ഒരു അവസരം വരുന്നു എന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിഞ്ഞു, ഇപ്പൊ അത് വേറെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയാണ്. പക്ഷെ അതിനെ പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ പ്രണവിന് ഇത് ലക്കായിട്ടാണോ തോന്നിയിട്ടുള്ളത്, അതോ കുറെ കാലങ്ങളായിട്ടുള്ള ശ്രമത്തിന്റെ കാത്തിരിപ്പിന്റെ ഒരു കാര്യം ഈ യൂണിവേഴ്സ് കേൾക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്, അതായിട്ടാണോ, ഏതാ തോന്നുന്നത്? ഭാഗ്യമാണോ അതോ? രണ്ടുമായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്കും വേണം, നമ്മുടെ ടൈം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, എൻ്റെ ലക്കും ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും പ്രോപ്പർലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വർക്ക് ആവുള്ളൂ. ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രോസസ്സും എൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു അതായത് പണ്ടത്തെ പോലെ ഇപ്പോൾ ശ്രീനിവാസൻ സാറ്, തമിഴിൽ ഭാഗ്യരാജ് സാറ്, അങ്ങനെയുള്ളവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ഓഡിഷൻസ് പോകുന്നത് ഡെയിലി രാവിലെ എണീക്കുക, ഭക്ഷണത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല, ഏത് ഓഫീസിലേക്കാണ് ഇന്ന് നമ്മൾ ഈ ഫോട്ടോ ആയിട്ട് പോകേണ്ടത് എന്നുള്ളതാണ് അവരുടെ തോട്ട് ആദ്യം വരിക. അതായത് ഡെയിലി ഓരോ ഓഫീസ് അവർക്ക് കയറിയിരിക്കണം, കയറി ഡയറക്ടറെ കാണാൻ പറ്റുമോ ഇല്ലയോ, അവിടുത്തെ അസിസ്റ്റൻസിനടുത്ത് അവർ ഫോട്ടോ കൊണ്ട് കൊടുക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ഓഫീസിലും ഫോട്ടോസ് ഡംപ് ചെയ്ത് വെച്ചേക്കുന്നത്, ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രോസസ്സ് അല്ല നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ. നമുക്കിപ്പോൾ ഫോൺ തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ സ്ക്രീനിൽ വരുന്നു. നമുക്ക് സംസാരിക്കണമെന്ന് പറയുന്ന ഡയറക്ടർ എടുത്ത് നമ്മൾ അവർ ഇന്ററാക്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സീൻ എന്നുള്ളതെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം അവരിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് ഈസിലി അവൈലബിൾ ആണ് ഇപ്പോൾ. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന പിള്ളേരുടെ അടുത്ത് ഞാൻ പറയുന്നത് അതാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ ഓരോ ഓഫീസായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കയറി ഇറങ്ങണം എന്നുള്ള ഒരു ആവശ്യമില്ല. സോഷ്യൽ മീഡിയ ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് ഈസിലി ആക്സസബിൾ ആണ്. സോ ഈ ഒരു പ്രോസസ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സിനെ ഫോളോ ചെയ്യുന്നതും അവർക്ക് ഞാൻ എൻ്റെ പ്രൊഫൈൽ ഷെയർ ചെയ്യുന്നതും അവരുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നരിവേട്ടയും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നരിവേട്ട എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ എനിക്ക് ഭയങ്കര ക്യാച്ച് ആയിട്ട് തോന്നിയതുകൊണ്ട്, എനിക്ക് കാർഡും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇഷ്ടമായതുകൊണ്ടും ഓക്കെ നമുക്കിത് ഷെയർ ചെയ്തേക്കാം എന്നുള്ളൊരു മൂഡിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ ജസ്റ്റ് നോക്കുന്നത്, അനുരാജ് ഏട്ടനാണ് ഇഷ്ക് എന്ന് പറയുന്ന സിനിമ ചെയ്ത ആളാണ്. സോ ഇഷ്ക് നോക്കുന്ന സമയത്ത് എനിക്കും റസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂഡ് പിടിച്ചു പോകുന്ന ഒരു ഡയറക്ടർ അല്ല അത്. അപ്പൊ നമുക്ക് കിട്ടുമോ, നമ്മളെ യൂസ് ചെയ്യോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ബട്ട് നരിവേട്ട എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ പുള്ളി എന്തിനാ വെച്ചേക്കുന്നത്, അപ്പൊ ഇതിൽ എന്തോ ഉണ്ട് എന്നുള്ളൊരു സാധനവും തോന്നി. പിന്നെ മോഷൻ പോസ്റ്ററിന്റെ ഒരു സ്റ്റൈലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, മേ ബി നമുക്ക് ഷെയർ ചെയ്തേക്കാം, അടുത്ത പടത്തിലെങ്കിലും നമ്മളെ നോക്കിക്കോട്ടെ. കാരണം ഞാൻ സൂപ്പർ സിന്തയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എന്റെ പ്രൊഫൈൽ ഓൾറെഡി ഞാൻ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ കാണുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അടുത്തതിലേക്ക് വിളിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നതും. അത് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു പ്രോസസ്സാണ്, അതെൻ്റെ ഒരു സ്ട്രാറ്റജി പ്രോസസ്സാണ്. നല്ല നല്ല പ്രോജക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ടാഗ് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ട്, ഇപ്പോൾ ജെയ്ക് സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ജെയ്ക് സാറിൻ്റെ മ്യൂസിക് ഇട്ടിട്ട് ഞാൻ ജെയ്ക് സാറിന് ടാഗ് ചെയ്യാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരനത് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സ് ഞാൻ ചെയ്യും. ബട്ട് നമ്മളിത് ചെയ്തത് കറക്റ്റ് സമയത്തായതുകൊണ്ടും ഈ ഒരു കാസ്റ്റിംഗ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു ലക്കാണല്ലോ. ആ ഒരു സമയത്ത് നമ്മൾ അയച്ചുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്. മേ ബി ഞാനത് ഷെയർ ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടില്ല. സോ ലക്കും നമ്മുടെ ഇപ്പുറത്തുള്ള ഒരു ഹാർഡ് വർക്കും എല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് നരിവേട്ടയിൽ താമി എന്നൊരു പറയുന്ന സാധനം എനിക്ക് കിട്ടിയത് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. ഈ സിനിമയിലേക്കുള്ള ഒരു എൻട്രി ഇപ്പോൾ അതിന്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ആണ്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. അതായത് നമുക്ക് ആ റൂട്ട് മാത്രമല്ല, ഇപ്പോൾ എനിക്കിപ്പോൾ ചെന്നൈയിൽ പോയിട്ട് റെഗുലറായിട്ട് ഇരുന്നിട്ട് എല്ലാ ഓഫീസും കയറി ഇറങ്ങാനും എനിക്ക് പറ്റും. പക്ഷേ മലയാളം നമുക്ക് ചെയ്യണം. അപ്പോൾ എറണാകുളത്ത് വന്ന് ആ ഒരു പ്രോസസ്സ് ചെയ്യണത് കുറച്ച് ടാസ്ക് ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ഫോണുണ്ട്, ഫോണിൽ നമ്മൾ ഷെയർ ചെയ്യുന്നു, അവർ കാണുന്നു, നമ്മളവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓഡിഷൻ നമുക്ക് കണക്ട് ചെയ്ത് തരുന്നു. അപ്പോൾ ഓഡിഷന് വിളിക്കുന്ന സമയത്ത് നമ്മൾ എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. അതായത് ഡയറക്ടേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു കോ ഡയറക്ടറിൻ്റെ അടുത്തോ അസിസ്റ്റന്റിൻ്റെ അടുത്തോ, ഇപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് വരെ നമുക്ക് ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പണ്ടൊന്നും നമ്മളൊരു ആർട്ടിസ്റ്റിനെ നമുക്ക് കാണാൻ വരെ പറ്റില്ല. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നു, അവർ നമ്മളോട് സംസാരിക്കുന്നു, അവരുടെ സിനിമകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് ഓക്കെ താങ്ക് യു എന്നെങ്കിലും പറയുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ സാധിക്കുന്നുണ്ട്. അതെ, ആ ഒരു രീതിയിൽ എത്തിപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്തുകൂടാ എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. സോ എത്രയോ പേര് ഞാൻ എങ്ങനെ ചേട്ടാ അവിടെ എത്തുക, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയി നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർക്ക് അറിയില്ല ഈ ഒരു പ്രോസസ്സ് എന്താണെന്നുള്ളത്. ശരിക്കും നമുക്ക് കൊണ്ടുപോയി ഒരാളെ കൊണ്ടുപോയി നേരിട്ട് നിർത്തിയിട്ട് പിന്നെ ചാൻസ് കൊടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അതിനേക്കാൾ മോശം അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവരങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് വിഷമമാണ്. കാരണം നമ്മൾ കൊച്ചു കൊച്ചായിട്ട് എവിടെയെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ട്, അവർക്ക് തോന്നുന്നത് ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള കാര്യമല്ല, നമുക്ക് നേരിട്ട് കൊണ്ട് നിർത്താൻ പറ്റില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിന്റെ പ്രൊഫൈൽ നീ ബിൽഡ് ചെയ്യുക, നീ അവരുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അവർ തന്നെ തിരിച്ച് നോക്കുന്ന സമയത്ത് നിനക്കൊരു പ്രൊഫൈൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ വിളിക്കും എന്നുള്ളൊരു കാര്യമാണ്. സോ ഇങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് ഞാൻ ഫോളോ ചെയ്ത് വരുന്നത്. ഞാൻ എനിക്ക് അറിയുന്ന പിള്ളേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇത് തന്നെയാണ്.
സോ അത് കുറച്ചും കൂടെ വലിയ ചിലവുള്ള കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് പോകേണ്ട കാര്യമില്ല. നെറ്റ് റീചാർജ് ചെയ്യുന്ന നിങ്ങൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പ്രോസസ്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. പ്രണവ് ടെഫിൻ എന്നല്ലേ മുഴുവനായിട്ട്? പ്രണവ് ടിയോഫിൻ. ഈ ടിയോഫിൻ എന്താ ശരിക്കും? ടിയോഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിന്റിന്റെ പേരാണ്. ഇപ്പൊ എറണാകുളത്ത് പൊന്നൂരിന്തി എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്ത് ടിയോഫിൻ അച്ഛൻ്റെ ഒരു പള്ളിയുണ്ട്. അപ്പൊ എനിക്ക് കുഞ്ഞിതില് എന്തോ ഒരു സിക്നസ് വന്നപ്പോൾ എൻ്റെ അമ്മാമ്മ അവിടെ കൊണ്ടുപോയിട്ട് ഒരു നേർച്ച നേർന്നിട്ട് ഇട്ട പേരാണ് ടിയോഫിൻ എന്നുള്ളത്. അപ്പൊ കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, പ്രണവ് ടിയോഫിൻ എന്നുള്ളത് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട് ഇട്ട പേരാണോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എന്നെ കോളേജിൽ പോയ സമയത്ത് ഫസ്റ്റ് ഡേ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ പ്രണവ് ടെലിഫോൺ എന്നാണ് വിളിച്ചത്. അപ്പോൾ കുറെ കൺഫ്യൂഷൻസ് അവർക്ക് ഉണ്ട്. അപ്പോൾ അത് ടിയോഫിനാന്നുള്ളത് തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ഞാൻ നരിവേട്ട തുടങ്ങുന്ന സമയത്ത് തന്നെ അവരോട് പറഞ്ഞത് എൻ്റെ പേര് പ്രണവ് ടിയോഫിൻ എന്നുള്ളത് എന്തായാലും രജിസ്റ്റർ ചെയ്യണം, ഈ സിനിമ കഴിയുമ്പോഴെങ്കിലും ഇതെന്റെ പേരാന്നുള്ളത് അവർക്ക് ആൾക്കാർക്ക് മനസ്സിലാവണം എന്നുള്ളത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് സൂപ്പർ സിന്ധിക്ക് തൊട്ടേ ആ ഒരു പ്രണവ് ടിയോഫിൻ എന്നുള്ളത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വന്നിരുന്നു. ഓക്കെ. ഈ മാസ്റ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വിക്രത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മാസ്റ്ററിൽ ഏകദേശം 45 ദിവസം വിജയ് സാറിന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ, ഐ മീൻ വിജയ് സാറിന്റെ ഒപ്പം ആ സെറ്റിൽ ഉണ്ടാവാനും ഇന്ററാക്ട് ചെയ്യാനൊക്കെ സാധിച്ചെന്ന് കേട്ടിട്ടുണ്ട്. നമുക്കൊരു ലോകേഷിന്റെ വേൾഡിലേക്ക് ആദ്യം വരാം. അദ്ദേഹമായിട്ടുള്ള ഇന്ററാക്ഷനിൽ അദ്ദേഹം സിനിമയെ കാണുന്ന രീതി, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, ആ മനുഷ്യന്റെ ഒരേ സമയം ഒരു സിംപ്ലിസിറ്റി ഉണ്ട്, എന്നാൽ സിനിമയുടെ എല്ലാ വിധത്തിലുള്ള ഒരു ഗ്രാൻഡറും നമുക്ക് കാണാനും പറ്റും. എന്താണ് ലോകേഷ് സാറായിട്ടുള്ള ഒരു കോൺവെർസേഷന്റെ തുടക്കം? എങ്ങനെയായിരുന്നു ആ ഒരു സൗഹൃദം വന്നത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്ത് എൻ്റെ അമ്മയുടെ വീടാണ്, പാലക്കാട് എൻ്റെ ഡാഡിയുടെ വീട്. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങൾ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളായിട്ട് ഞങ്ങൾ പോയി സെറ്റിലായ ഒരു സ്ഥലമാണ് വാളയാർക്ക് നിയർ ബൈ ആയിട്ട് തമിഴ്നാട് ബോർഡർ, അതായത് റോഡിനപ്പുറം തമിഴ്നാട്, റോഡിനിപ്പുറം കേരളം എന്നുള്ളൊരു മൂടാണ് ഞങ്ങളുടെ ഇപ്പോഴുള്ള വീട്. അപ്പോൾ ഞാനിരിക്കുന്ന വീട്ടിൽ നിന്ന് ജസ്റ്റ് 20 minutes നിയർ ബൈ ആയിട്ടാണ് ലോകേഷ് സാറിൻ്റെ വീടുള്ളത്. കിണത്തുകടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ലോകേഷ് സാറിൻ്റെ ശരിക്കും ഹോം ടൗൺ. അപ്പോൾ എനിക്ക് ഇതുപോലുള്ള ഒരു ഡയറക്ടർ അവിടെ ഉണ്ടോന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടോന്നോ എനിക്കറിയില്ല. ഞാൻ ഇവിടെ എൻ്റെ ട്രെയിനിങ് ഞാൻ വേറൊരു രീതിയിലേക്ക് ഞാൻ ചെന്നൈയിലേക്ക് എത്തുന്നു, പുള്ളി ഏതൊരു രീതിയിൽ അവിടേക്ക് എത്തുന്നു. ഞാൻ ഈ ഒരു ട്രാവലിലാണ് ഞാനൊരു 10-30 ഷോർട്ട് ഫിലിംസോളം ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന ഒരു പാത്തിലാണ് എനിക്ക് ലോകേഷ് സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള സന്തോഷ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ എൻ്റെ കോളേജ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബാച്ച്മേറ്റ് ആയിരുന്നു. മലയാളിയാണ്? അല്ല, പുള്ളി കോയമ്പത്തൂരുള്ളതാണ്. അപ്പോൾ ഞങ്ങളപ്പോൾ ഷോർട്ട് ഫിലിംസ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഞാൻ അപ്പം തന്നെ അഭിനയിക്കണം എന്നൊക്കെ പുള്ളി കാണുകയും, പുള്ളി അപ്പോൾ അതിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക ഷോർട്ട് ഫിലിംസിൽ. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ മൊത്തത്തിൽ എൻ്റെ ട്രാവലിൽ ഞാൻ സന്തോഷിനെ വിട്ടു. സന്തോഷം ഏതോ ഒരു പടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാം, പക്ഷേ ലോകേഷ് സാറിൻ്റെ അടുത്ത് കൈദിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ കൈദി വന്ന ശേഷമാണ് ഞാൻ പക്ഷേ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസൊക്കെ ഞാൻ എപ്പോഴും അപ്പോൾ ഇൻസ്റ്റാഗ്രാം അത്ര ആക്റ്റീവ് ആയിരുന്നില്ല, അപ്പോൾ ഫേസ്ബുക്ക് ഒക്കെയാണ്. അപ്പോൾ ഫേസ്ബുക്ക് വഴി പുള്ളി എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കൈദി കഴിഞ്ഞ ശേഷം, കൈദിയിൽ ഭയങ്കര ലിമിറ്റഡ് ക്രൂ ആണ്, കാസ്റ്റ്. അതിൽ ഒരാളൊക്കെ ഉണ്ടോന്ന് നിർത്തുക എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഫ്രണ്ടായിട്ടാണെങ്കിലും നമ്മളെ വിളിച്ച് നമ്മൾ നിർത്തുക എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം കാണും എന്നുള്ളത് അവനും തോന്നിയല്ലേ നമ്മൾ വിളിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റിൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് കൈദി കഴിഞ്ഞ പാട് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് തുടങ്ങാൻ പോകുന്നത് അറിഞ്ഞപ്പോൾ തന്നെ അതിൽ കോളേജ് പോർഷൻസിൽ കുറേ പിള്ളേരെ വേണം. ഒരു 100-150 പേര് കമ്പനി ആർട്ടിസ്റ്റ് ആയിട്ട് വേണം. അതായത് അവർ സപ്പോസ് കമ്പനി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ തന്നെ അവർ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും. കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇന്ന് വരും നാളെ വരില്ല, കണ്ടിന്യൂറ്റി മിസ്സാവും. അപ്പോൾ ഈ കമ്പനി ആർട്ടിസ്റ്റ് ആയിട്ട് ഓഡിഷൻ ചെയ്ത് നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും, ഏത് ഷോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവാം. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി ആർട്ടിസ്റ്റ് ആയിട്ടാണ് നമ്മളെ വിളിക്കുന്നത്.